ഹലോ, പോകണ്ടേ നമുക്ക്? പോവാം. ഒന്ന് പതുക്കെ ഓടിക്ക്. എന്താ പേടിയാവുന്നുണ്ടോ നിനക്ക്? എന്തിനാ പേടിക്കുന്നത്? എന്റെ കൂടെ അല്ലേ വരുന്നത്? അതെ അതെ. കേറുന്നില്ലേ? ഇല്ല, മമ്മയോട് നീ പറഞ്ഞാ മതി. ദേ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നും കൂടെ മമ്മയെ കാണാണ്ട് പോയാ മമ്മ അങ്ങോട്ട് വിളിക്കും. പിന്നെ അറിയാലോ, ദേ മമ്മ വരുന്നു. കൃത്യസമയത്ത് ഡോക്ടറെ വന്ന് കണ്ടതുകൊണ്ടായില്ല. രോഗം മാറണമെങ്കിൽ മരുന്ന് കഴിച്ചേ പറ്റൂ. മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വന്നാ മതി. ശരി ഡോക്ടർ. ആഹാ, ഞാൻ കരുതി നീ വഴിയൊക്കെ മറന്നു. കഴിഞ്ഞ ദിവസം നീ ആനിയോട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട്. സോറി ആന്റി, ഞാൻ എന്റെ മമ്മ ആളിപ്പോ പഴയ കക്ഷിയൊന്നുമല്ല. മോഡേൺ പോയിട്രി കൈകാര്യം ചെയ്യുന്ന ഗ്രേറ്റ് ജീനിയസാ. ഇങ്ങനെ ഒരു സന്ദർശനം തന്നെ നമ്മുടെയൊക്കെ മഹാഭാഗ്യം. ഇത് കണ്ടോ മമ്മ? മതി മതി, ഇപ്പോഴും മാറിയിട്ടില്ല കുട്ടിക്കളി. രണ്ടാളെ ഉദ്ദേശിച്ചാ ഞാൻ പറഞ്ഞേ. ആ, കേറി വാ രണ്ടും. അയ്യോ ചുറ്റിയല്ലോ. എന്താ പറഞ്ഞേ? അത് ഞാൻ പിന്നെ പറയാം. ഈയിടെ കറക്കം കൂടുതലാ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും അമ്മ. ഞാൻ പറഞ്ഞു മടുത്തു. ഓ, ഉപദേശിക്കാൻ പറ്റിയ ആള് തന്നെ നീ. ഒരു നേരം ഇല്ലാതെ അവന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുടിക്കാൻ എന്താ വേണ്ടേ? വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങുവാ. ആ, നിന്റെ മമ്മ മരുന്ന് കൃത്യമായിട്ട് കഴിക്കാറുണ്ടല്ലോ. ആ ഉണ്ട്. മമ്മയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. ആ, വരട്ടെ. അന്ന എലിസബത്ത്, മുമ്പ് എങ്ങെന്നോ കിട്ടിയ കുട്ടി ആനി, 16 വയസ്സ്. കുട്ടി ഫസ്റ്റ് PDCക്ക് പഠിക്കുന്നു. ഡോക്ടർ അന്നയെ മമ്മ എന്ന് വിളിക്കുന്നു. ഡോക്ടർ അന്ന, ഷീസ് എ വിഡോ. ഭർത്താവും ഡോക്ടറായിരുന്നു, ഡോക്ടർ റോബർട്ട്. ഒരു പ്രണയ വിവാഹം, ബട്ട് എ ട്രാജിക് എൻഡ്. 10 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ റോബർട്ട് മരിച്ചു. കുട്ടികളില്ലാത്ത അവർക്ക് ആനിയുടെ മമ്മ വിളി ആശ്വാസമാണ്. ബട്ട് സാർ, മോഡലിങ്ങിലോ അഭിനയത്തിലോ താല്പര്യമുള്ള കൂട്ടത്തിലല്ല ആ കുട്ടി. സോ ഡീറ്റെയിൽസ് അബൌട്ട് ഹെർ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ആ കുട്ടിയുടെ അമ്മയല്ലെന്ന് തോന്നുകയില്ല. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അവർ തമ്മിൽ മത്സരിക്കുകയാണെന്ന് തന്നെ പറയാം. ഫോട്ടോഗ്രാഫ്സ്. സ്പെഷ്യല ഈ കാര്യത്തിൽ അങ്ങേക്ക് എന്താണ് ഇത്ര? ഇറ്റ്സ് വെരി സിമ്പിൾ. വേർ ദർ ഇസ് ബ്യൂട്ടി വി സീക്ക് ഇറ്റ്സ് റൂട്ട്. എവിടെ സൗന്ദര്യമുണ്ടോ നാം അതിന്റെ അടിവേ ചെയ്യുന്നു. സാർ, മിസ്റ്റർ പ്രസാദ്, വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്റെ പേഴ്സണലായ കാര്യങ്ങളിൽ നിങ്ങൾ ആരെയും ഞാൻ ഇടപെടുത്താറില്ല. എങ്കിലും ഇപ്പോൾ എനിക്കത് വേണ്ടി വന്നു. ഇത്രയും നാൾ വേണ്ടെന്ന് വെച്ചിരുന്ന ഒന്നിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഐ മീൻ, നൗ ഐ എം തിങ്കിങ് ഔട്ട് മാരേജ്. എന്താ പ്രസാദിന്റെ അഭിപ്രായം? ഫൈൻ സാർ, സത്യത്തിൽ ഞങ്ങൾ ഒരുപാട് വട്ടം അങ്ങോട്ട് പറയണമെന്ന് കരുതിയ കാര്യമാണിത്. ആട്ടെ, ആരാണ് ഭാഗ്യവതി? കണ്ടെത്തിയത് ഞാനാണെങ്കിലും അന്വേഷിച്ചതും വിവരം തന്നതും പ്രസാദ. ഡോക്ടർ അന്ന എലിസബത്ത്. ബട്ട് സാർ, ഇങ്ങനൊരു തീരുമാനം വേണോ? ഒരു വിധവയെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാതെ ഞാനൊരു തീരുമാനം എടുക്കണമെന്ന് അറിയാലോ. സോ നിങ്ങൾ തന്നെ എനിക്ക് വേണ്ടി അന്നയുമായി ബന്ധപ്പെട്ടവരോട് സംസാരിക്കണം. ഇറ്റ്സ് മൈ ഓർഡർ. ഓക്കെ സാർ, then do it fast. അങ്കിൾ, പ്ലീസ്, നമുക്ക് ഈ മാറ്റർ ഇവിടെ വെച്ച് നിർത്താം. അന്ന, ബി പ്രാക്ടിക്കൽ. വിൽഫ്രഡ് പെരേരയിൽ നിന്നുള്ള ഈ അന്വേഷണം തന്നെ നമുക്ക് ഭാഗ്യമാണ്. അങ്കിൾ എന്താ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുൻപേ ആകായിരുന്നല്ലോ.
നിന്നെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എത്ര കാലം നിങ്ങളിങ്ങനെ കഴിയും? ഒരു തണൽ നിങ്ങൾക്ക് ആവശ്യമാണ്. വേണ്ട അങ്കിൾ, എന്നേക്കാൾ ഉപരി ഞാൻ എന്റെ ആനിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആ, ഒരിക്കൽ റോബർട്ടിനെ പോലെ നീയും ഇല്ലാതായാൽ ആ കുഞ്ഞിന്റെ ഭാവി എന്താണ്? അങ്കിൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവളുടെ ഭാവിയാണ് നീ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു സംരക്ഷണം നിന്നേക്കാൾ അവൾക്കും ആവശ്യമാണ്. ആനിയുടെ അമ്മയല്ലല്ലോ, അന്ന എലിസബത്തിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അത് നോക്കുമോളെ, മറ്റാരേക്കാൾ നന്നായി നിന്റെ മനസ്സ് എനിക്ക് വായിക്കാം. ഞാൻ പരേരോടെന്ത് പറയണം? ആലോചിച്ചു മതി. അനുകൂലമായി നീ തീരുമാനിക്കൂ. എനിക്കറിയാം. സീരിയസ്. ഓ, അത്യാവശ്യം എന്ന് പറഞ്ഞ് നീ വിളിച്ചപ്പോ ഞാൻ കരുതിയത് എന്തോ ഗൗരവമുള്ള കാര്യമാണെന്നാ. ഇതെന്താ നിനക്ക് ഗൗരവമായി കാണാൻ കഴിയാത്തെ? സില്ലി, ബിക്കോസ് ഐ എം പ്രാക്ടിക്കൽ. നിനക്ക് പറഞ്ഞു മനസ്സിലാവില്ല. നീ ആയിരുന്നു എന്റെ സ്ഥാനത്തെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കാൻ പോലും നിൽക്കില്ലായിരുന്നു. വിൽഫ്രഡ് പെരരെ ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നു പോലും ഞാൻ വിശ്വസിച്ച് തീർന്നിട്ടില്ല. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കുടുംബത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഉയർച്ച തന്നെ ആയിരിക്കും ഇത്. പക്ഷേ മമ്മിയുടെ സ്നേഹം മറ്റൊരാൾ ഷെയർ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതിനർത്ഥം നീ നിന്റെ മമ്മയെ സ്നേഹിക്കുന്നില്ല എന്നാണ്. ലെസ്ലി, നിന്റെ മമ്മ ജീവിക്കുന്ന തന്നെ നിനക്ക് വേണ്ടിയല്ലേ? പക്ഷെ അതിനിടയിലെ യാഥാർത്ഥ്യങ്ങൾ നീ കണ്ടില്ലെന്ന് നടിക്കരുത്. ലെസ്ലി എന്താ ഈ പറയുന്നത്? ഞാൻ എന്താ മനസ്സിലാക്കാത്തത്? ഒന്നും നിനക്ക് മനസ്സിലായിട്ടില്ല. യുവർ മദർ ഈസ് എ വിഡോ ആൻഡ് സ്റ്റിൽ യങ്. നിന്നെ ഓർത്ത് മാത്രമാണ് ആന്റി ഒരു ജീവിതത്തെ കുറിച്ച് ആഗ്രഹിക്കാത്തത്. അല്ലാതെ മോഹങ്ങളില്ലായിട്ടായിരിക്കില്ല. നിന്നെ ഇത്രയും സ്നേഹിക്കുന്ന ആന്റിക്ക് അത് തിരിച്ചു നൽകാൻ ഒരു അവസരം വന്നപ്പോ നീ എന്തിന് വേറെ കാര്യങ്ങൾ ആലോചിക്കുന്നു? അതാ ഞാൻ പറഞ്ഞത്. നീ എന്തിനാ എതിര് നിൽക്കുന്നത്? എങ്കിൽ അതിനർത്ഥം നിനക്ക് നിന്റെ മമ്മിയോട് സ്നേഹമില്ലെന്ന് തന്നെ. ഒരുപക്ഷെ നീ പറയുന്നതായിരിക്കും ശരി. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഒന്ന് സത്യമാണ്, ഞാൻ എന്റെ മമ്മിയെ സ്നേഹിക്കുന്നു. ഒരുപാട് ഒരുപാട് ഒരുപാട്. മമ്മ, ഉറങ്ങിയില്ല നീ ഇതുവരെ? മമ്മ, എന്താ നിനക്കൊരു വിഷമം? മമ്മ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? അങ്കിള് കൊണ്ടുവന്ന ആ പ്രപ്പോസൽ നമുക്ക് നടത്തിക്കൂടെ? എനിക്കറിയാം മമ്മ എന്നെ കുറിച്ച് ആലോചിക്കുന്നെന്ന്. ആര് വന്നാലും അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിന് കുറവുണ്ടാവില്ലല്ലോ. പിന്നെന്താ? അകലം കൂട്ടാനായാലും കുറയ്ക്കാനായാലും നമുക്കിടയിൽ ഇനി ആരും വേണ്ട. പെരേരെ വിവരം അറിയിക്കാൻ ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ മമ്മ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ടോ? സംശയം നിനക്ക്? എങ്കിൽ പ്ലീസ് മമ്മ, ഈ കല്യാണത്തിൽ സമ്മതിക്ക്. നിനക്കെന്താ ഇത്ര നിർബന്ധം? ബിക്കോസ് ഐ ലവ് യു മമ്മ. ഐ ലവ് യു സോ മച്ച്. റോബർട്ട്, ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും കൂടി എന്നെ നിർബന്ധിക്കുന്നു. ഇപ്പൊ നമ്മുടെ ആനിയും അത് തന്നെ പറയുന്നു. അഥവാ ഞാൻ ആ നിർബന്ധങ്ങൾക്ക് വഴങ്ങിയാലും ശപിക്കരുത് തന്നെ. അന്ന, പരസ്പരം ഇനിയൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ആട്ടെ, അന്ന എന്ത് തീരുമാനിച്ചു? ഇഷ്ടമില്ലെങ്കിൽ അന്നയ്ക്ക് തുറന്നു പറയാം.
ഓർമ്മകളിൽ നിന്നും ഒരു മാറ്റമാണ് അന്നയോട് ഞാൻ ആവശ്യപ്പെടുന്നത്. അന്നയ്ക്കത് എളുപ്പം സാധിക്കില്ല എന്നും എനിക്കറിയാം. ഭ്രാന്തായിട്ട് തോന്നുന്നുണ്ടോ അന്നയ്ക്ക്? എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അറിയാതെ മനസ്സിൽ വീഴുന്ന ഒരുപാട് വളർന്നു. ഇപ്പോ എന്നെ തന്നെ കീഴ്പ്പെടുത്താൻ പോകുന്ന വിധത്തിൽ വളർന്ന് പന്തലിച്ചു പോയി. Anna, really I want you in my life to fulfill my desire. അത് അന്ന തെളിച്ചൊന്നും പറഞ്ഞില്ല. ഈ കുനിഞ്ഞ ശിരസ് സമ്മതത്തിന്റെ ലക്ഷണമായി ഞാൻ എടുത്തോട്ടെ? അത് പിന്നെ If it is yes or no, ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. ഞാൻ റോബർട്ടിന്റെ അടുത്തേക്ക് ചെല്ലാം. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളിൽ നിന്നും ഈ രൂപം കവർന്നെടുത്തോട്ടെ എന്ന് അനുവാദം ചോദിക്കാം. ദിസ് ഇസ് മൈ കാൾ. അന്നെ വിളിക്കണം. ഞാൻ കാത്തിരിക്കും, ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു മറുപടിക്ക് വേണ്ടി. ബൈ.